കളർ കലക്ക്. ഓക്കെ. താങ്ക് യു. Come again another day. Sure. See you, madam. See you. See you. See you. Hey, Chitra. വാ. ഇതൊക്കെ അതിനല്ല. വാ ഇവിടെ. എക്സ്ക്യൂസ് മീ. ഓക്കെ. കിട്ടവാ. ജീവ സാറ് ഞാൻ ഇങ്ങയില്ലെന്ന് சொல்லுங்கோ. റെസ്റ്റോറന്റിക്ക് പോയി. സീക്കിരം പോ. ചെല്ല്. ഗുഡ് മോർണിംഗ് സർ. രാധാകൃഷ്ണൻ സാർ ഇങ്ങ ഇല്ലേ? പോയാച്ച്. എവിടെ? റെസ്റ്റോറന്റിക്ക്. നിജമാ പോയാച്ച് സാർ. ഹായ് ജീവേട്ടൻ. ജീവേട്ട കസ്റ്റമേഴ്സ് ഞെക്കല്ലേ, ഞാൻ കള്ളനാന്ന് വിചാരിക്കും. ജീവേട്ട പ്ലീസ്. അയ്യാ ജോസാർ എന്നോട് ഉടനെ റെസ്റ്റോറന്റിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ജീവേട്ടൻ ഞാൻ പറഞ്ഞേക്ക്. അയ്യോ എവിടെ പോയാ? ഞാൻ എന്താ വോളിബോളോ? അത് ലഗേജ് തന്നെ വലിച്ചെറിയാൻ. ഇളിക്കല്ലേ. നിന്നെ ഇവിടുന്ന് പ്രശ്നമില്ല. എന്നെ കൊണ്ടേ പോവൂ. ബുക്സ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി വേടാ. ഇങ്ങനെ ദിവസം പുസ്തകം വാങ്ങിക്കണ്ടല്ലോ. ഇതൊക്കെ എന്താ ചവച്ച് തന്നെയാണോ? Hey. Hello. എന്റെ പൊന്ന് ജീവേട്ടാ, എനിക്ക് പോയിട്ട് 100 ജോലിയുണ്ട്. ഞാൻ വൈകുന്നേരം നേരത്തെ വരാം. അതുവരെ പ്രാവ്, ഈ കഴുകൻ, കൊരങ്ങൻ, മരപ്പട്ടി, നിങ്ങൾ മൃഗങ്ങളൊക്കെ കളിച്ചിരിക്കേ. ഒരു പെണ്ണ്. പെണ്ണിന്റെ കാര്യം മാത്രം എന്റെ അടുത്ത് പറയരുത് കേട്ടോ. ഞാൻ എന്താ പിമ്പ? അതല്ലടാ കരുതേ, എന്റെ കിടക്കയിലൊരു പെണ്ണ്. കിടക്കയില് പെണ്ണ? നോണ നോണയല്ല, ചെന്നോക്ക്. പെൺകുട്ടിയാ? അയ്യോ. പ്രേതമാന്നാ തോന്നണേ. നോൺസെൻസ്. ജീവേട്ടന്റെ കയ്യിൽ ഇരുമ്പിന്റെ ആയുധം വല്ലതുണ്ടോ? നിനക്കെന്താ പ്രാന്തുണ്ടോ? പതുക്കെ പതുക്കെ. പ്രേതമല്ല, കാലുണ്ട് കാലുണ്ട്. പ്രേതകൾക്ക് കാലുണ്ടാവില്ല. ജീവേട്ടാ ജീവനുണ്ട്. ജീവനില്ലാതെ ഇവിടെ കിടക്കൂടാ കരുതേ. ഒച്ച ഉണ്ടാക്കല്ലേ. അയ്യോ സോറി. ഗന്ധർവ സ്ത്രീകൾ ഏതോ വഴിതെറ്റിക്കിടന്നുറങ്ങി പോയതാ. ഈ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ? മണ്ണാൻ കേട്ട വല്ല ഭ്രാന്തിയോ കള്ളിയോ ആയിരിക്കും. എങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ജീവന്റെ മുഖത്തേക്ക് നോക്കി പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലെ ഇല്ലേ? വിളിച്ചോർത്തവാ. നശിപ്പിക്കല്ലേ. ഈ ജീവേട്ടന് ഇത്ര സൗന്ദര്യബോധമുള്ളോ? നമുക്കൊന്ന് ആസ്വദിക്കാന്നേ. രാജകുമാരി കണ്ണുകൾ കണ്ടോ? സുരുമയെഴുതിയ മിഴികളെ. മൂക്ക് ഇന്ദ്രാദിയുടെ പോലെ ഉണ്ടല്ലേ? നല്ല തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകള്. ആദരം കൊണ്ടാദരം. പല്ലേ. ജീവേട്ടൻ പറഞ്ഞ പോലെ വട്ടാന്നാ തോന്നണേ. ഇനി പൊട്ടിയാണോ? ഇംഗ്ലീഷ് പറഞ്ഞ മനസ്സിലാവില്ലേ? നീ ആരാന്നാ ചോദിക്കുന്നേ? കണ്ടറിഞ്ഞൂടെ ഒരു പെണ്ണ്? അയ്യോ മലയാളം. മലയാളിയാണല്ലേ? ജീവൻ എന്നെ മനസ്സിലായില്ലേ? ജീവനെ കുറച്ച് തടിയും കൂടി ഞാൻ പ്രതീക്ഷിച്ചു. ബാക്കിയെല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ. നിങ്ങൾ ആരാണ് എന്താണെന്ന് പറഞ്ഞ മനസ്സിലാക്കാം. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണില്ല. അത്ര മറവിക്കാരനാണെങ്കിൽ മറന്നോ. പോവാൻ വരട്ടെ. ആരാണെന്ന് പറയാതെ ഇവിടുന്ന് പ്രശ്നമേ ഇല്ല. അല്ലെങ്കിൽ പിടിച്ച് പോലീസിലേൽപ്പിക്കും. രാധാകൃഷ്ണൻ പേടിപ്പിക്കുക. അയ്യോ എന്റെ പേരെങ്ങനെ മനസ്സിലായി? അയ്യോ കൺഫ്യൂഷൻ ആയല്ലോ ഈശ്വരേ കുട്ടി. ഇങ്ങനെ മറക്കരുത് മനുഷ്യരെ.
എന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയേ. കരിമ്പൂതൻ. കരിമ്പൂതനോ? ആരാ ജീവട്ടെ കരിമ്പൂതൻ? ജീവട്ടെ പോണവർന്ന് അവള് മുകളിലേക്ക് പോയി തോന്നണല്ലോ കുര്യൻ സാറേ. തോന്നണ്ട, ദാ പോയി. കുഴപ്പാക്കല് തമ്പിയാണ്. ഓ എന്റെ കുട്ടി മുകളിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ മുകളിലേക്ക് ഇങ്ങനെ ഓടിച്ചാടി ചെല്ലരുത്. ആളുകളെ ഉപദ്രവം ഉണ്ടല്ലേ? അപ്പൊ മുഴുത്ത പ്രാന്തന്നെ. തോന്നിവാസം പറയരുത്. സാറന്നല്ലേ പറഞ്ഞത്? മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഭ്രാന്താന്ന് അർത്ഥം. എന്റെ ചെരുപ്പ് എവിടെ? കുഞ്ഞുമോനത് എവിടെ നേട്ടി? ഞാൻ കുര്യൻ സാറ്. കുര്യനെങ്കിൽ ജീവനെ ശരിക്കൊന്ന് ചമ്മിച്ചു. ഞങ്ങള് പുറത്തു പോയിട്ട് വരുന്നവരെ താഴത്തെ മുറിയിൽ പോരെന്നല്ലേ പറഞ്ഞത്? എത്ര നേരമായിരിക്കും ഒരു മുറിയില്? ജീവനെ കണ്ടിട്ട് മനസ്സിലായില്ല. ആളുകളെ കണ്ടാ തിരിച്ചറിയില്ലല്ലേ? ഇത്ര ഉള്ളപ്പോ കണ്ടതല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാവോ? കുഞ്ഞുമാവ, ജീവന്റെ മുറിയിൽ കാഴ്ച ബംഗ്ലാവാ. പട്ടി, പൂച്ച, കുരങ്ങ്, മൂങ്ങ, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. പുലിയുണ്ടോ? അതിനല്ലേ ജീവൻ, അല്ലേ കുര്യനെങ്കിൽ? പിന്നൊരു രാധാകൃഷ്ണനും ഉണ്ട്. അതെന്ത് വർക്കാ? ഒരു കഴുത. നമ്പ്യാരെ, നിൽക്കുന്ന വൈകുന്നേരം മനക്കണ്ടതല്ലേ? എന്നാ മുറി പോയി റെഡിയായി. ഇതേ ഫ്രഞ്ച് ഹോസ്റ്റലാ. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിയാ. ഇന്ത്യക്കാരുടെ സമയം പോലല്ല അവരുടെ സമയം. കുര്യനങ്ങളുടെ സെറ്റപ്പിലുള്ള പാർട്ടിയാ. കൂടെ ഒരു കഷണ്ടി ഉണ്ട്. അല്ല ജീവേട്ടന് അവര് ഒരു പരിചയമില്ലേ? ആ വാ തുറന്ന എന്തെങ്കിലും ഒന്ന് പറ. ആ നമ്പറാ. കുര്യനങ്ങൾ വരണുണ്ട്. അതിപ്പോ ഞാനിവിടെ ഉള്ളത് കൊണ്ട് നാട്ടുകാരായി പോയില്ലേ? നിനക്ക് മനസ്സിലായില്ലേ? സമീര നമ്മുടെ മാഹിയിലെ വീട്ടിന്റെ തൊട്ട് തെക്കേ വീട്ടിലുള്ളതാ. എടാ, ഒരു ദേവകി ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? ടീച്ചറുടെ മോളാ. ഇവിടെ ഫ്രഞ്ച് സ്കൂളിൽ ജോലി കിട്ടി വന്നതാ. എന്നെ അന്വേഷിച്ച റെസ്റ്റോറന്റ് വന്നു. ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഒരു വീട് പോലെ കഴിഞ്ഞവരല്ലേ, ആ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അവളെ ഇവിടെ ആക്കിയിട്ട് താമസിക്കാൻ ഒരു ഹോസ്റ്റലിന്റെ കാര്യത്തിന് വേണ്ടി പോയതാ. ജോസൂട്ടി നേരിട്ട് വന്നതുകൊണ്ട് ഫ്രഞ്ച് ഹോസ്റ്റലിൽ തന്നെ കിട്ടി. അവര് തന്നെ മടങ്ങി പൊക്കോളും. ഇവിടെ താമസിച്ചോളാൻ പറ. കയ്യില് പറന്നു വന്നിരുന്ന മഞ്ഞക്കിളിയാ. വിരലുകളില്ലാത്ത വിദ്വാന്റെ കൈ. ഒരു മൂളിപ്പാട്ട് പാടാൻ പോലും സമ്മതിക്കൂലേ? അല്ല കുര്യനങ്ങളെ, ഇത്ര അടുപ്പവും ബന്ധമൊക്കെ ഉള്ള സ്ഥിതിക്ക് ആ കുട്ടിയെ ഹോസ്റ്റലിലാക്കി കഷ്ടപ്പെടുത്താതെ നമുക്ക് ഇവിടെ തന്നെ താമസിപ്പിച്ചൂടെ? അല്ല, ഒന്നുമില്ലെങ്കിലും കുര്യനങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന നമ്മുടെ ദേവ ടീച്ചറിന്റെ മോളല്ലേ? ജീവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മോനെ രാധാകൃഷ്ണ, എടാ ആ പരിപ്പങ്ങ് വാങ്ങി വെച്ചേക്ക്. അത് ഈ അടുപ്പേല് വേല. കണ്ണു കാണാ കുരുടന്റെ മുന്നിൽ. ഇഷുമോ മതം മതം. അങ്കിൾ നമ്പ്യാരോടെ? നമ്പ്യാര് ഞാൻ പിടിക്കണോ? താനതവിടെ എന്തെടുക്കുക? ഞാൻ ഈ ഹോസ്റ്റലൊക്കെ കണ്ടിരിക്കരുത്. ഇരിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെന്തോ സാധിക്കുക. ഏറ്റു വാ, ജോസൂട്ടി ഇറങ്ങി. എന്താ ഹോസ്റ്റലൊക്കെ ഇഷ്ടമായ സമീരയ്ക്ക്? വളരെ ഇഷ്ടായി. എന്ത് കാര്യത്തിന് എന്നെ വിളിക്കാം. എന്നെ കിട്ടില്ലെങ്കിൽ തന്നെ സൂസന ഉണ്ടാവും, പറഞ്ഞാ മതി. സ്വന്തം മോളെ പോലെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കി അന്വേഷിക്കുകയും വേണം. ഒന്നും പേടിക്കണ്ട, സമാധാനമായിട്ട് പോയിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരാം. വാടക വീടാണ്, സൗകര്യങ്ങൾ കുറച്ച് കുറയുന്നുള്ളൂ. അതിനെന്താ? ഇനിയിപ്പോ സൗകര്യങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാലോ. എന്താ നമ്പ്യാരെ, ഇടയ്ക്ക് മൃഗശാല കാണണമെന്ന് തോന്നുമ്പോൾ എങ്കിലും വരാലോ. ഞാൻ വരും അങ്കിൾ. എന്നാൽ ഇറങ്ങാം. 4 മണി ആകുമ്പോഴേക്കും റെസ്റ്റോറന്റിൽ തിരക്കാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു അങ്കിൾ. അങ്കിൾ എന്ന് വിളിക്കാനുള്ള പ്രായമായ എനിക്ക്. ഇതുപോലെ വയസ്സനൊന്നും അല്ല ഞാൻ. താങ്ക്സ് ടു ഹെന്ന. മോളു, കുഞ്ഞമ്മാവന് ഒട്ടും ഇഷ്ടണ്ടായിട്ടല്ല നിന്നെ ഇവിടെ ആക്കി പോണത്. പിന്നെ കുര്യൻ സാറും ജോസാറും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും എഴുതണം. എഴുതാം കുഞ്ഞമ്മാവ. പിന്നെ ജോസാറിന്റെ വീട്ടിലെ ഇടയ്ക്കൊക്കെ പൊക്കോ. മറ്റടുത്ത് പോണ്ട. അയാൾക്ക് എപ്പോഴാണ് ഇളകാന്ന് പറയാൻ പറ്റില്ല. ഭ്രാന്തായിരുന്നു അത്രേ. കുഞ്ഞമ്മാവനോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ആ വേലക്കാരി എന്നോടെല്ലാം പറഞ്ഞു. ഡോക്ടർ ലൈൻ പഠിച്ചിട്ട് പൂർത്തിയാക്കിയില്ല. ഈ ഞരമ്പിനൊക്കെ കണ്ണി കണ്ട എന്തൊക്കെ മരുന്നൊക്കെ കുത്തി കയറ്റിയിട്ട് ഒടുവിൽ മുഴുവൻ പ്രാന്തായി. 2 കൊല്ലം മദ്രാസിൽ ചികിത്സിച്ചു അത്രേ. വെറുതെ ഓരോരുത്തർ പറയാ കുഞ്ഞമ്മാവ. വെറുതെ ഒന്നല്ല. ഞാൻ കുര്യൻ സാറിനോട് ചോദിച്ചപ്പോ മൂപ്പര് ഇതന്നെ സൂചിപ്പിച്ചു. എന്തെങ്കിലും ആയിക്കോട്ടെ, കുഞ്ഞമ്മാവന് പോണ്ടേ?
6 മണിക്കല്ലേ ബസ്? കുഞ്ഞമ്മാവൻ നീ അടുത്ത മാസം വരാം. എന്റെ മോള് സൂക്ഷിക്കണേ. ശരി കുഞ്ഞമ്മാവ, ഞാനെല്ലാം സൂക്ഷിച്ചോളാം.